പടച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. എനിക്ക് നിങ്ങളോട് വഅദ് പറയാനുള്ള ആഫിയത്തില്ല. എൻ്റെ ശരീരം എന്നെ തളർത്തുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള ആഫിയത്തിലല്ല നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. എന്നാലും നിങ്ങൾ കാത്തിരുന്നോ? നിങ്ങൾ മുത്തുനബിയെ പറയാൻ കേട്ടിരിക്കാൻ കാത്തിരുന്നോ? ജൗഹർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഓടിയെത്തിയിട്ടുണ്ട്. ബുറുദയുടെ അനുഭവങ്ങൾ അറിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട് രോഗങ്ങൾ ശിഫയായിട്ട് ബുറുദയുടെ അത്ഭുതങ്ങൾ എത്രയാണ് കണ്ടത്. അതുകൊണ്ട് ഓടിയെത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയത്തിന്റെ ഇന്നലകളിൽ ഹക്കീം ബിൻ ഹുസാമിന് പോലും വെള്ളം കൊടുക്കാനുള്ള കാരണം വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാണ്ടിട്ടമ്പിയസുവദേ മാറടാ. നമ്മൾ ആവേശത്തോടെ പാടുന്ന പാട്ടില്ലയോ? ഹംസത്തുൽ കറാർ ഊരിപ്പിടിച്ച വാളുമായിട്ട് വെള്ളമെടുക്കാൻ ബദറിന്റെ രണാങ്കളത്തിലേക്ക് ശത്രുക്കൾ വരുമ്പോ അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞില്ലേ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് വിലക്കോടെ വെള്ളം കുടിച്ചാട്ടെ. ആരായത്? ഹംസത്തുൽ കറാറാ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന്റെ കരിമ്പുലിയല്ലേ? ആ കരിമ്പുലിയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടെ ഒരു തുള്ളി വെള്ളം കുടിക്കില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ആ ഹംസയോട് തിരുനബി കൈത്തണ്ടയിൽ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, ഹക്കീം ഇബ്നു ഹുസാമ വരുന്നത്. ഹക്കീം ഇബ്നു ഹുസാമിനെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. കൊടുത്തേക്ക് ഹംസ, കുടിക്കട്ടെ ഹംസ, വെള്ളം കുടിക്കട്ടെ ഹംസ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് ഉണർത്താനുള്ളത്, ഒരു ശത്രുവിനെ പോലും ആ നിലക്ക് കണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടുകൊടുത്തതിന്റെ പേരിൽ നിങ്ങളെ പരിഗണിക്കുന്ന രൂപം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അരി കൊടുത്തതിന്റെ പേരിൽ നിങ്ങളെ പരിഗണിക്കുന്ന രൂപം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതല്ലയോ നിങ്ങൾ മുത്തഖീങ്ങളാകണമെന്ന്, നിങ്ങൾ തഖ്വയുള്ളവരാകണമെന്ന്, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരാകണമെന്ന്. ആരാണോ തഖ്വയുള്ളവരോ ഇദ്ദത്തുൽ മുത്തഖീൻ, അവർക്കാണ് സ്വർഗം തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നത്. ആരാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കലിമ ചൊല്ലിയിട്ട് മുസ്ലിമായി മരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചോദിക്കട്ടെ, നിങ്ങളോട് ദുനിയാവിൽ പല നിലക്കും ജീവിച്ചവരാണ് നിങ്ങളോ? ദുനിയാവിൽ ഒരു പക്ഷേ നിങ്ങൾ വെറ്റമുക്ക് മഹലിന്റെ കമ്മിറ്റി അംഗമായിരിക്കാം, വലിയ വലിയ മുസ്ലിം തറവാട്ടുകളിൽ ജനിച്ചവരായിരിക്കാം. എന്നാൽ അതിന്റെ പേരിലൊന്നും ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. മുസ്ലിമായി മരിക്കണമെങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരാകണേ, നിങ്ങൾ തഖ്വയുള്ളവരാകണേ. തഖ്വയുള്ളവര് മാത്രമാണ് മുസ്ലിമായി മരിക്കുക. തീർന്നോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ മുന്നിൽ ഏറെ സ്ഥാനം കിട്ടണമെങ്കിലോ റമദാൻ വന്നപ്പോ എത്ര ഖത്തമാ ഓതിയത്? വിശുദ്ധമായ റബീഉൽ അവ്വൽ വന്നപ്പോ അല്ല റമദാനിൽ തന്നെ എത്ര അമലുകളാ ചെയ്തത്, എത്ര ഹജ്ജാ ചെയ്തത്, എത്ര ഉംറയാ ചെയ്തത്. കഅബാലയമെന്ന് കറുത്ത നാട് പുതച്ച് മാലോകരമാടി വിളിച്ച് മാറത്തണയിച്ച് മനസമാധാനത്തിന്റെ മട്ടുപ്പാവൊരുക്കുന്ന കഅബയുടെ കില്ല പിടിച്ചിട്ട് എത്രയാ ദുആ ചെയ്തത്. എന്തിനാ ഇതൊക്കെ ചെയ്തത്? സദഖ കൊടുത്തത്, നിസ്കരിച്ചത്, നോമ്പെടുത്തതെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകാനാ. ഇന്ന അക്രമക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവര് അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് സൂക്ഷ്മതയുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. ചോദിക്കട്ടെ, ആരായി തഖ്വയുള്ളവര്? നിസ്കരിച്ചവരാണോ? നോമ്പെടുത്തവരാണോ? ദിക്റ് ചൊല്ലിയവരാണോ? സദഖ കൊടുത്തവരാണോ? ഹജ്ജ് ചെയ്തവരാണോ? പുണ്യപ്രവർത്തനങ്ങൾ അനവധി നിരവധി സുഹൃത കർമ്മങ്ങളായി കർമ്മകാണ്ഡത്തിൽ എണ്ണി എണ്ണി പറയാനുള്ളവരാണോ? നിങ്ങളുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. മറിച്ച് ആരാണ് യഥാർത്ഥ തഖ്വയുള്ളവരെന്നറിയോ?
വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, ഇദ്ദത്തുൽ മുത്തഖീന, മുത്തഖീങ്ങൾക്കാണ് സ്വർഗം തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നത്. സ്വർഗം നിനക്കൊരു ബസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശോ സാരമില്ല നിന്നിലേ. അൽഇൻസാനു സഖിനും വമത്ലൂബുഹു മുതഹർരികോ. കളകളാരാവം മുടക്കി ഒഴുകിയൊലിക്കുന്ന കുഞ്ഞരുവികളുള്ള സ്വർഗത്തിന്റെ ആരാമത്തിന്റെ അടിത്തട്ട് ആസ്വദിക്കുന്ന സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന് ചോദിച്ചാ അവര് മുത്തഖീങ്ങളാണ്. ആ മുത്തഖീങ്ങളുടെ പ്രത്യേകത എന്താ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽകാളിമീനൽ ഗൈള والعافين عن الناس. മുത്തഖീങ്ങളുടെ പ്രത്യേകത കയ്യിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സ്വതക്ക കൊടുക്കുന്നവരാണ്. നിസ്കാരക്കാരായതുകൊണ്ടായില്ല, നോമ്പുകാരായതുകൊണ്ടായില്ല, ദിക്റ് ചൊല്ലുന്നവരായതുകൊണ്ടായില്ല. ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ പോലും ഈ തഖ്വയുടെ സ്വഭാവമുള്ളവരാകാത്ത, ഈ മൂന്ന് സ്വഭാവം ജീവിതത്തിലില്ലാത്തവര്, അവരുടെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, അവരുടെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട, അവരുടെ സുകൃതകർമ്മങ്ങൾ അല്ലാഹ്ക്ക് വേണ്ട, അവരുടെ ഹജ്ജ് അല്ലാഹ്ക്ക് വേണ്ട. കാരണം എന്റെ ഈ മൂന്ന് സ്വഭാവവും തഖ്വയുടെ അടയാളങ്ങളാണ്. തഖ്വയുള്ളവരിൽ നിന്നാണ് മിനൽ മുത്തഖീൻ ആരാധന കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടല്ലയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളോട് ഞാനൊന്ന് ഉണർത്തി തരട്ടെയോ? ഒന്നാമത്തെ അടയാളം യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, കയ്യിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുന്നവരാണ്. വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചു പിടിക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ. ഈ ആയത്തല്ലയോ ഖദീജ കേട്ടത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടിരിക്കുന്ന ബിലാല് വന്നിരിക്കുകയാണ്. കതകിൽ മുട്ടി കതകു തുറന്നു നോക്കി കാണുന്നത് ആരെയെന്നറിയോ? ബിലാല് ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്തേ ബിലാല്, എന്തേ ബിലാല്, എന്തേ ബിലാല്? മക്കത്തെ പള്ളിയിൽ പക്കത്ത് നിന്ന് മുത്തുനബി പറഞ്ഞയച്ചതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട്. ഈ വെറ്റമുക്കിന്റെ ചെറുപ്പക്കാര് ബുർദാ വാർഷികമെന്ന് പറയുമ്പോ നിങ്ങളുടെ വീടുകളിൽ വരില്ലേ? പാട്ടയെടുക്കാൻ വരില്ലേ? ബക്കറ്റുമായി വരില്ലേ? റെസിപ്റ്റുമായി വരില്ലേ? അതുപോലെ ബിലാൽ ചെന്നതാണ്. ഖദീജ പറഞ്ഞു, പെങ്ങളെ ഒരല്പസമയം നിൽക്കാമോ എന്ന് പറഞ്ഞു. പെങ്ങളെ അങ്ങനെ പറഞ്ഞ് ബിലാൽ കാത്തു നിൽക്കുകയാണ്. ഒരല്പസമയം ചെന്നപ്പോ ഖദീജാന്റെ വീടിന്റെ കവാടം താനെ തുറക്കുകയാണ്. കൈമാറ്റം മുന്നിലേക്ക് നീണ്ടു വരികയാണ്. ഖദീജ അതിന്റെ അകത്തേക്ക് എന്തോ ഒരു സാധനമിടുന്നു. ബിലാല് തങ്ങള് ബക്കറ്റിന്റെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ ബിലാല് ഞെട്ടിപ്പോയി. പടച്ചവനെ, എന്തൊരു സ്വതക്കയാണിത്, എന്തൊരു സ്വതക്കയാണിത്! ബിലാല് ബക്കറ്റുമായി ഓടി വരികയാണ്. ബക്കറ്റിന്റെ അകത്ത് കിടന്ന ആ സാധനമെടുത്ത് ബിലാല് കൈവെള്ളയിൽ വെച്ചു. എന്റെ പ്രിയപ്പെട്ടവങ്ങള്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിദൂരത്ത് നിന്ന് നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? ബിലാൽ ഇങ്ങനെ കയ്യും പിടിച്ചോടി വരുന്നതാണ്. എന്താ ബിലാല് കൈവെള്ളയിലോ? ബിലാല് തിരുനബിയുടെ മുന്നിൽ വന്നിട്ട് ആ കൈവെള്ള ഇങ്ങനെ തുറന്നു പിടിക്കുമ്പോ ആ ബിലാല് വെറ്റമുക്കിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇസ്ലാമിന്റെ കറുത്ത മാണിക്യത്തിന്റെ കൈവെള്ളയിലിരിക്കുന്നത് ഖദീജ ബീവിയുടെ മുറിച്ചെടുത്ത ചെവിയുടെ കഷ്ണമാണ്. ചെവിയുടെ കഷ്ണമാണ് പെങ്ങളെ. ഇതങ്ങ് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ചെവിയുടെ ഭാഗം വാങ്ങിച്ചുകൊണ്ട് ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജാന്റെ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോ ഇത് എന്താണ് ഖദീജ എന്ന് ചോദിക്കുമ്പോ ആ ഖദീജ പറയുകയാണ്, യാ റസൂലല്ലാഹ്,
അങ്ങനെ വിവാഹം കഴിക്കുന്ന കാലമോർമ്മയുണ്ടോ നബിയേ? അങ്ങനെ വിവാഹം കഴിക്കുന്ന കാലമോർമ്മയുണ്ടോ നബിയേ? അന്ന് മക്കത്തെ ഏറ്റവും വലിയ കുലപതിയായ കുലീനയായ പെണ്ണായിരുന്നു ഖദീജയായ ഞാന്, ഖുവൈലിദിന്റെ മകളായ ഞാന്. ഇട്ടുമൂടാനുള്ള സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് അങ്ങേക്ക് ഞാൻ ദാനം തന്നില്ലേ യാ റസൂലല്ലാഹ്? അങ്ങുമായി ബന്ധപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ അത് കാണുമ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ കാശ് കൊടുത്തില്ലേ? ഖദീജ ബീവിയുടെ കല്യാണത്തിന്റെ രംഗം മുത്തുനബി വിവാഹം കഴിക്കാൻ വരുമ്പോൾ ആ ദിവസത്തിന്റെ മനോഹരമായ മുഹൂർത്തം അൽ ബിദായയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാ വരുന്നുണ്ട്. കല്യാണം കൂടാൻ ആരാന്നറിയോ? ഹലീമത്തു സഅദിയ വരുന്നുണ്ട്. ആരാ ഹലീമത്തു സഅദിയ എന്നറിയുമോ? പുന്നാര നബിയെ മാറോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് നുകർന്നു കൊടുത്ത ലംറത്തെന്ന പൊന്നുമോനെ റദാഅത്തിന്റെ ബന്ധത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്ത അനാഥബാലനായിരുന്ന ആമിന എന്ന പൊന്നുമ്മയുണ്ടല്ലോ, ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ, ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അനാഥനായ ചോര പൈതലായിട്ട് ആമിന ബീവിയുടെ കൈവെള്ളയിൽ കിടക്കുന്ന സമയത്തോ, അനാഥനല്ലയോ, കാശ് കിട്ടില്ലല്ലോ, വേതനം കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും മടക്കി അയച്ചപ്പോ ഓടി വന്ന ആ മുഖത്തിന്റെ പ്രകാശം തൊണ്ടിപ്പടം പോലെ ചുവന്നു തൊടുത്ത മുത്തുനബി എന്ന പൈതലിന്റെ ചെഞ്ചുണ്ടുകൾ കണ്ടപ്പോ ആ ഹലീമത്തു സഅദിയ മാറോട് ചേർത്ത് പിടിച്ചിട്ട് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കൈപിടിച്ചു കൊണ്ടുപോയില്ലയോ? ആ ഹലീമത്തു സഅദിയ മുത്തുനബിയെ കാണാൻ വരികയാണ്. തന്റെ വളർത്തുമകന്റെ കല്യാണം മക്കയിലെ കുലീനതയായ ഹുവൈലിദിന്റെ മകളുമായി നടക്കുമ്പോ ക്ഷണം നിറഞ്ഞിട്ട് വന്ന ഹലീമ ബീവിയോ, ആദരവായ ഖദീജ ബീവി ഈ 80ഓളം ആടുകളെയും ഒട്ടകങ്ങളെയും കൊടുത്ത് സ്വീകരിക്കുമ്പോ ഖദീജ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ ഏതേത് ഇടങ്ങളുണ്ടോ അവിടെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കഴിഞ്ഞ വർഷം വന്നപ്പോ ഞാൻ ആട് തന്ന പെങ്ങന്മാരില്ലയോ, സ്വർണം തന്ന പെങ്ങന്മാരില്ലയോ, 2000 തന്ന പെങ്ങന്മാരില്ലയോ, 100 രൂപ വെച്ച് 1200 രൂപ ഒരു വർഷത്തേക്ക് ബുർദയ്ക്ക് നേർച്ചയാക്കി തന്ന പെങ്ങന്മാരില്ലയോ? അത് ഹലീമാന്റെ ഈമാനുള്ള പെങ്ങളോ, ഖദീജാന്റെ ഈമാനുള്ള പെങ്ങളോ, സഅദിയ ഗോത്രത്തിന്റെ ആ മഹദിയോട് ചേർന്നിരിക്കുന്ന പെങ്ങളോ? എന്റെ യാ റസൂലല്ലാഹ്, അങ്ങനെ കൊടുത്തു അവസാനം ബിലാൽ വീട്ടിൽ വന്നു. വീണ്ടും അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ അലമാരി തുറന്നു നോക്കി, ഒരു നാണയത്തൊട്ട് ഞാൻ കണ്ടില്ല നബിയേ. ഞാൻ എന്റെ ആഭരണങ്ങളുടെ തട്ടിങ്ങനെ തുറന്നു വെച്ചു നോക്കി. ആ ആഭരണങ്ങളുടെ തട്ടുകളിൽ ഒരു പവന്റെ സ്വർണ്ണാഭരണം പോലും ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ അരപ്പെട്ട തടവി നോക്കി, അരപ്പെട്ട കാണുന്നില്ല, എന്റെ പാദസരം കാണുന്നില്ല, എന്റെ കൈവെള്ള കാണുന്നില്ല. യാ റസൂലല്ലാഹ്, വള കാണുന്നില്ല, മാല കാണുന്നില്ല, ആഭരണങ്ങൾ കാണുന്നില്ല. ഇത് എവിടെ പോയതാണ്? വീട് വയ്ക്കാൻ നേരത്തെ സീതനം കിട്ടിയത് കൊണ്ടുപോയി മുഴുവൻ ബാങ്കിലടച്ചിട്ട് ദരിദ്രയായി പോയതല്ല ഖദീജ. മക്കളെ യൂറോപ്പിലേക്ക് പറഞ്ഞയച്ചിട്ട് ദാരിദ്ര്യത്തിലേക്ക് മാറിപ്പോയതല്ല ഖദീജ. മറിച്ച് പ്രിയപ്പെട്ട പെങ്ങളോ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ കൊടുത്തു തിരുനബിയോടുള്ള മഹബത്തിന്റെ പേരിൽ കൊടുത്തതാണ്. അവസാനം എന്റെ ഒരു ചെവിയിൽ ഒരു സ്വർണത്തിന്റെ പൊട്ട് മാത്രമാണ് ബാക്കിയായിട്ട് ഉണ്ടായിരുന്നത്. യാ റസൂലല്ലാഹ്, അതടിക്കാൻ നോക്കുമ്പോഴോ ഒരൽപ്പം ടൈറ്റായിരിക്കുന്നുണ്ട് നബിയേ. ഞാൻ എന്ത് ചെയ്യാനാ നബിയേ? അഴിക്കാനാവുന്നില്ല നബിയേ. ബിലാലാണെങ്കിൽ കാത്തു നിൽക്കുന്നു നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടിട്ട് സമയമേറെയായി നബിയേ. ആ ഖദീജാന്റെ മനസ്സാട് ഇവിടെ ചോദിച്ചപ്പോൾ 5ഓളം വരുന്ന ചെറുപ്പക്കാരെ ഏറ്റെടുത്ത ആട്, അത് കൊടുക്കാനുള്ള മനസ്സ്. സമയതാമസമില്ല അവർക്ക്, ചിന്തയില്ല അവർക്ക് സമ്പത്തിനെ പറ്റിയുള്ള
ചിന്തയില്ല. ചോദിച്ചതല്ലേ ഹബീബിന്റെ പേരിലല്ലോ, റസൂലിന്റെ പേരിലല്ലോ, മദ്ഹ് കീർത്തനങ്ങൾ പറയാനല്ലോ, ഈ വൃദ്ധാവാർഷികം ഖിയാമം നാൾ വരെ നിലനിൽക്കാനല്ലോ ഏറ്റെടുത്തു 5ഓളം വരുന്ന ചെറുപ്പക്കാർ. അതുപോലെ ഖദീജ ബീവി പറയുകയാണ്, ഇത് അടിക്കാൻ സമയം എനിക്ക് കിട്ടാ സമയമായാൽ അടിക്കുന്ന നേരമാകുമ്പോൾ ഒരുപാട് നേരം പോകുമല്ലോ, റസൂല് പറഞ്ഞു വിട്ടിട്ട് നേരം ഒരുപാടായല്ലോ, ഇത് അടിക്കുന്ന സമയം നഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് സ്വതക്കയുടെ പ്രതിഫലം കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ എന്റെ ചെവിയങ്ങ് മുറിച്ചു. യാ റസൂലല്ലാഹ്, ഏറ്റമുക്കിന്റെ പെങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ച് വെറ്റിത്തടത്തിന് ചുംബനം കൊടുത്തിട്ട് പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്. പെങ്ങളെ ചോദിക്കട്ടെ, ഖദീജ മരിച്ചു കിടക്കുമ്പോ ഖദീജയ്ക്ക് കഫം പുടൈപതിയാ, ഖദീജയ്ക്ക് വസ്ത്രമുണ്ടായിരുന്നില്ല, കാലുമറയുമ്പോൾ തലമറയുമായിരുന്നില്ല. എങ്ങനെയാ പെങ്ങളെ ഖദീജ അവസ്ഥയിലേക്ക് എത്തിയത്, സുമയ്യാവസ്ഥയിലേക്ക് എത്തിയത്? ചരിത്രത്തിലെ മഹനീയ വനിതകളൊക്കെ വലിയ കുലപതികളായിരുന്നവര് ദാരിദ്ര്യത്തിന്റെ നടുത്തളത്തിലേക്ക് പോയത്. അവര് 2000 അല്ല കൊടുത്തത്, അവര് ആടല്ല കൊടുത്തത്, അവര് 1200 അല്ല കൊടുത്തത്, അവരുടെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു തീർന്നില്ല. ജാദോബിയം വാലിൽ വബഉ നഫൂസഹു ലദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. രണാങ്കളത്തിലേക്ക് പോകാൻ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചിട്ട് പിന്നെ തന്റെ ശരീരവും കൊടുത്തിട്ട് പളപളാമിന്നുന്ന വാളിന്റെ തലപ്പിന് വെട്ടേറ്റിട്ട് രണാങ്കളത്തിലേക്ക് പിടഞ്ഞു വീണ ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയ എത്രയെത്ര മഹതികളോ, എത്രയെത്ര ചരിത്രത്തിലെ ഇതിഹാസങ്ങളോ, എത്രയെത്ര മഹാരഥന്മാരാ. അതുകൊണ്ട് പെങ്ങളെ ഇനി ഏറെ പറയാനില്ല. ഈമാനുണ്ടോ നിനക്ക്? വെറ്റമുക്കിയതായ SSFന്റെ ചെറുപ്പക്കാര് സംഘടിച്ചിരിക്കുകയാണ്. ഈ SSFന്റെ ചെറുപ്പക്കാര് സംഘടിച്ച് നടത്തുന്ന ബുർദ മജ്‌ലിസിൽ നിന്ന് എല്ലാ വർഷവും ഖദീജമാര് ജനിക്കാറുണ്ട്, ആയിഷമാര് ജനിക്കാറുണ്ട്, ഫാത്തിമമാര് ജനിക്കാറുണ്ട്. ചരിത്രത്തിലേക്ക് അവർ നടന്നു കയറാറുണ്ട്, അവരുടെ ആവശ്യങ്ങൾ സഫലീകരിക്കാറുണ്ട്. എല്ലാ വർഷവും ഈ മജ്‌ലിസിൽ നിന്ന് 6 തൗറിന്റെ മുകൾ തട്ടില് ആകാശം മുട്ട നിൽക്കുന്ന ആകാശ ലോകത്തിനോട് വെട്ടിയൊരുമിക്കൊണ്ട് മുത്തം കൊടുത്തുകൊണ്ടടക്കം പറയുന്ന പർവ്വതക്കെട്ടിന്റെ മുകൾ തട്ടിൽ നിന്ന് പാമ്പിന്റെ കൊത്തേറ്റിട്ട് പോലും പുന്നാര നബിയോടുള്ള മഹബത്ത് കൊണ്ട് പ്രണയം കൊണ്ട് മൗനം പാലിച്ചുപോയോ സുദീഖുമാർ വെറ്റമുക്കിലുണ്ട്, ഉമറുമാരുണ്ട്, ഉസ്മാൻമാരുണ്ട്, അലിയുണ്ട്. പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിലേക്ക് പോകുമ്പോ ഓടി വന്ന ഉദരത്തിൽ ചുംബനം കൊടുത്തിട്ട് സ്വർഗത്തിന്റെ അകത്തേക്ക് പോകാൻ ഇതാണ് എനിക്ക് നിധാനമെന്ന് പറഞ്ഞ നബി തോഹ കമീസു കേറ്റി നബിന്റെ സവാദങ്ങോട്ടെടുത്തു ചീറ്റി. സവാദുണ്ടോ ഈ മജ്‌ലിസില്? അബൂബക്കറുണ്ടോ ഈ മജ്‌ലിസില്? ആയിഷയുണ്ടോ മജ്‌ലിസില്? കഴിഞ്ഞ വർഷം എത്രയെത്ര സവാദുമാരാ, എത്രയെത്ര ആയിഷമാരാ, എത്രയെത്ര ഖദീജമാരാ. അവര് മക്കളില്ലാത്തവര് വന്നിരുന്നു. ഞാനാണ് പെങ്ങളെ ഈ സദസ്സിന്റെ ആയിഷ എന്ന് പറഞ്ഞു ഏറ്റെടുത്തു. ഈ വർഷമാകുമ്പോഴേക്ക് അവർക്ക് മക്കളായി പോയി. ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഈ സാധുവിന്റെ ജീവിതത്തിലെ വാലിന്റെ പരമ്പരയിൽ നിന്ന് എണ്ണി പറയാൻ കഴിയോ? ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് അങ്ങ് നിശ്ചലിച്ചു പോയപ്പോ, വരാൻ കഴിയുന്നില്ല എന്ന ടെൻഷനിലായപ്പോ ഈ നാടിന്റെ ചെറുപ്പക്കാരനും പണ്ഡിതനായ ചെറുപ്പക്കാരൻ ഷഫീഖ് ചൗഹരി എന്നെ വിളിച്ചു, തങ്ങള് എന്ത് വില കൊടുത്തും വരണം. കാരണം എന്താ? 100 കണക്കിന് അനുഭവങ്ങളായി എനിക്ക് പറയാനുള്ളത്. ഖസീദത്തുൽ ബുർദാഇന്റെ വാർഷികത്തിൽ വന്നിട്ട് കഴിഞ്ഞ തങ്ങൾ വരാൻ തുടങ്ങി. 13 വർഷമായി നടക്കുന്നു, 4 കൊല്ലമായി തങ്ങൾ വരുന്നു. ഓരോ വർഷവും അറ്റുകൂടുന്നു, ക്യാൻസറുകൾ മാറുന്നു, രോഗങ്ങൾ മാറുന്നു, പ്രയാസങ്ങൾ നീങ്ങുന്നു. അറിയുമോ നിങ്ങൾക്ക്, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇടങ്ങേറായി നിൽക്കുമ്പോൾ ഷഫീഖ് ചൗഹരി എന്നിലേക്ക് വാട്സപ്പ് അയച്ചതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഓരോന്നെണ്ണി പറയാനില്ല. ഈ സദസ്സിൽ നിന്റെ പ്രയാസങ്ങൾ നീങ്ങണോ, രോഗങ്ങൾ ശിഫയാകണോ, വേദനകൾ മാറണോ, എല്ലാത്തിനും ഉപരി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ ദുനിയാവിലൊന്ന് കാണണോ, ആഖിറത്തിലെത്തി പുന്നാര നബിയുടെ കൈയൊന്ന് ചുംബിച്ചിട്ട് ഹൗദുൽ കൗസർ കുടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നിന്നാലയിക്കപ്പെടണോ. ഏറ്റെടുക്കു ചെറുപ്പക്കാരാ, ആടേറ്റെടുക്കു ചെറുപ്പക്കാരാ, അരിയേറ്റെടുക്കു ചെറുപ്പക്കാരാ. ഞാനാണ് ആയിഷ എന്ന് പറവങ്ങള്, ഞാനാണ് ഖദീജ എന്ന് പറയുവങ്ങള്, ഞാനാണ് ഉമ്മ ഇബ്രാഹിമുൽ ഹാഷിമി എന്ന് പറവങ്ങള്, ഞാനാണ് അബ്ബാസ് എന്ന് പറ ചെറുപ്പക്കാരാ. ഞാനാണ് മുത്തുനബിയോടൊപ്പം ഓരം പറ്റി ജീവിച്ച ചരിത്രത്തിലെ ധീരരായ മുൻഗാമികളായ മഹത്തുക്കളായ നക്ഷത്രതുല്യരായ സഹാബത്തായി അവരുടെ മനസ്സുമായി ഈ വെറ്റമുക്കം ജീവിക്കുന്നതെന്ന് പറയൂ ചെറുപ്പക്കാരാ. ഇവർ SSFന്റെ മക്കളല്ലയോ? ഈ SSFന്റെ മക്കളെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇവര് റത്തീബ് മാത്രം ചെല്ലാനുള്ളതാണോ? ഇവര് മൗലിദ് മാത്രം കഴിക്കാനുള്ളതാണോ? അല്ലെങ്കിൽ കേവലം ഇവര് യൂണിറ്റ് അടിസ്ഥാനത്തിൽ വീട് കയറി പിരിവ് നടത്തിയിട്ടൊരു മദ്ഹ് കീർത്തനങ്ങളുടെ മജ്ലിസ് മാത്രം സംഘടിപ്പിക്കാനുള്ള കാലം കടഞ്ഞെടുത്ത കർമ്മവീതിയിലെ കരുത്തുറ്റ നായകനും ഖൈദുസ്സമാനും ഖമറുൽ ഉലമയുമായ സുൽത്താനുൽ ഉലമയുടെ ഈ പുലിക്കുട്ടികളില്ലേ, ഈ പുലിക്കുട്ടികളെ കൊണ്ട് കഴിയുന്നതിന്റെ അങ്ങേയറ്റം ഇന്ന് പകല് ഞാൻ കണ്ടതാണ്. അബൂദാബി എയർപോർട്ടിന്റെ അകത്തളങ്ങളില് എന്തു ചെയ്യും റബ്ബേ, നാടൊരുങ്ങിയല്ലോ റബ്ബേ, സദസ്സുരുങ്ങിയല്ലോ റബ്ബേ, എന്തു ചെയ്യും എന്ന് കരുതിയിട്ട് ഇവിടെ എത്തണമല്ലോ. ജൗഹർ വിളിക്കുന്നു, തങ്ങളെ കൈയും കാലും എനിക്ക് വിറച്ചിട്ട് പാടില്ല, തങ്ങൾ വന്നില്ലെങ്കിൽ ആകെ പ്രയാസമാകോ. ഷഫീഖ് ജൗഹരി ബന്ധപ്പെടുന്നു, ഈ നാട്ടിലെ പല ആളുകളും വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, എന്തു ചെയ്യൂ. അവസാനം ജൗഹറിനോട് ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, എത്താൻ കഴിയില്ല. ജൗഹർ മറ്റൊരു തങ്ങളെ ഏർപ്പാട് ചെയ്തു, ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചു. രാത്രി 9 മണിക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എയർ ഇന്ത്യയിൽ ഞാൻ ബുക്ക് ചെയ്തു. അതിവിടെ വന്നിറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് പുലർച്ചെ 3 മണിയാകും വന്നിറങ്ങുമ്പോ ആ ഫ്ലൈറ്റിൽ വന്നാൽ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്റെ കൂടെ പുറത്ത് നിന്ന ആളുകളൊക്കെ മടങ്ങിപ്പോയി. അപ്പോഴാണ് 1:20 എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ഉണ്ടെന്നറിയുന്നത്. ആ എയർ അറേബ്യയുടെ ഫ്ലൈറ്റിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത് എപ്പോഴെന്നറിയുമോ? 35 മിനിറ്റ് മുമ്പാണ് ടിക്കറ്റ് എന്റെ കയ്യിൽ കിട്ടുന്നത്. ഏതൊരു ഫ്ലൈറ്റും 1 മണിക്കൂർ മുമ്പ് ബോർഡിംഗ് അവസാനിപ്പിക്കോ. 35 മിനിറ്റ് മുമ്പ് കിട്ടിയ ഈ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റുമായി ഞാൻ ഓടണോ, കിലോമീറ്ററുകളോളം ഓടണോ. പറന്നു കിടക്കുന്ന അബൂദാബിയിലെ എയർപോർട്ടിന്റെ അകത്തളങ്ങളിലൂടെ സി ബ്ലോക്കിൽ ചെല്ലുമ്പോൾ പറയൂ ബി ബ്ലോക്കിലേക്ക് ചെല്ലാൽ, ബി ബ്ലോക്കിൽ ചെല്ലുമ്പോൾ പറയൂ എ ബ്ലോക്കിലേക്ക് ചെല്ലാ. ടിക്കറ്റ് മാത്രം പോരല്ലോ, മുമ്പ് പോയ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി വെച്ച ഏതോ ഭാഗത്തിരിക്കുന്ന ആ ലഗേജ് എടുക്കണം, അത് ട്രാൻസ്ഫർ ചെയ്യണോ. ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ബോർഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ ചെല്ലണം. 35 മിനിറ്റ് മാത്രം. ആ സമയത്ത് 35 മിനിറ്റിനുള്ളിൽ VIP പരിഗണനയോടുകൂടി സയ്യിദ് ശറഫുദ്ദീൻ സഅദി അൽ മുഖൈബിലി എന്ന ഞാൻ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറി. ചെറുപ്പക്കാരാ, കൗണ്ടറിൽ നിന്ന് പറഞ്ഞു, കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു, ഇല്ല കഴിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളങ്ങ് യാത്ര ചെയ്തോ, നിങ്ങളുടെ ലഗേജ് മറ്റൊരു ഫ്ലൈറ്റിൽ ഏതെങ്കിലും ഒരു സമയത്ത് കൊടുത്തു വിട്ടേക്കാം എന്നോട് പറയുമ്പോൾ ഞാൻ നിരാശനായിട്ട് അവരുറപ്പിച്ചു പറഞ്ഞു, ലഗേജ് കിട്ടൂല, നിങ്ങൾക്ക് യാത്ര ചെയ്യാ. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ ഭയപ്പെടേണ്ടതില്ല, തങ്ങൾ അതിന്റെ അകത്തേക്ക് കയറിയിട്ട് പോകുന്നത് വരെ തങ്ങൾ കയറാതെ ആ ഫ്ലൈറ്റ് പൊങ്ങുന്ന സാഹചര്യമില്ല എന്നാ ചെറുപ്പക്കാരൻ പറഞ്ഞു. 35 മിനിറ്റ് മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസലായി പോയി മറ്റൊരു ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിന്റെ അകത്ത് കയറിയിട്ട് 9 മണിയാകുമ്പോ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ വരികയാണെങ്കിൽ എത്ര മണിക്കാണ് ഇവിടെ തുടങ്ങണമെന്ന് പറഞ്ഞത്. അതേ സമയത്ത് ഇവിടെ എന്നെ എത്തിച്ചത് ആരെന്നറിയോ? ഒരു SSFന്റെ ചെറുപ്പക്കാരനാ, ഒരു സൈദിയുടെ സന്തതിയാ. അബൂദാബിയിലെ എയർപോർട്ടിനെ സ്വാധീനം ചെലുത്തിയത് ഈ സുൽത്താനുൽ ഉലമയുടെ മക്കളോ, ഇത് നൂറുൽ ഉലമയുടെ സന്തതിയാ. ആ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല, ആ ചെറുപ്പക്കാരനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ ചെറുപ്പക്കാരന്റെ നാടെവിടെയെന്ന് എനിക്കറിയില്ല. ആ ചെറുപ്പക്കാരനോട് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരു തങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ പ്രയാസം എന്തെന്നറിയോ? രാവിലത്തെ ഫ്ലൈറ്റ് പോയി,
ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. രാത്രി 9 മണിക്കേ ഇനി ഫ്ലൈറ്റ് ഉണ്ടാകുകയുള്ളൂ. വൈകിട്ട് 6 മണിക്കേ ബോർഡിംഗ് പാസ് കിട്ടുകയുള്ളൂ. എവിടെ ഇരിക്കും? വെള്ളം കുടിക്കാൻ കയ്യിൽ കാശില്ലല്ലോ. റിയാലുകളൊക്കെ അവിടെ നാട്ടിലേക്ക് അയക്കാൻ ഏൽപ്പിച്ചു. നാട്ടിലെ കാശാണെങ്കിൽ അവിടെ എടുക്കുന്ന സാഹചര്യം എന്റെ കയ്യിലുമില്ല. വെള്ളം കുടിക്കണമല്ലോ, ഭക്ഷണം കഴിക്കണമല്ലോ. എന്തു ചെയ്യും? ഞാൻ അവസാനം വാടിത്തളർന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അബുദാബി എയർപോർട്ടില് എവിടെയാ ഇരിക്കാനിടമില്ല. ഞാൻ അവസാനം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എനിക്ക് 1 മാസക്കാലമായി കിഡ്നി സ്റ്റോണിന്റെ ബുദ്ധിമുട്ടുണ്ട്. ആ പ്രയാസം കൊണ്ട് വെള്ളം ഒരു കൺട്രോൾ ലെവലിൽ കുടിച്ചിട്ടില്ലെങ്കിൽ, 1 മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പ്രയാസമാ. ഇന്ന് ഉച്ചയായപ്പോ എന്നെ വല്ലാതെ വേദന കൊണ്ടലട്ടിയപ്പോ ആളുകൾ നടന്നു പോകുന്ന ലോഞ്ചിന്റെ ഇടയിൽ കസേരയിട്ട ഭാഗത്ത് ഞാൻ ധരിച്ച ഈ കോട്ടും ധരിച്ച് പെട്ടി എന്റെ തലയിൽ വെച്ച് ഞാൻ നീണ്ടു നിവർന്ന് കിടന്നു. തലകാലബോധം നഷ്ടപ്പെട്ട് കിടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് 35 മിനിറ്റ് മുമ്പ് സമയമുള്ളപ്പോൾ ഈ ചെറുപ്പക്കാരൻ നമ്പർ താട്ടെ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേര് ഷഫീഖ് എന്നാണ്. അവൻ സഅദിയുടെ സന്തതിയാണ്. അവൻ സഅദിയുടെ ജനറൽ സെക്രട്ടറിയോ ജോയിന്റ് സെക്രട്ടറിയോ എന്തോ ആണ്. UAE-യുടെ അലുമിനിയുടെ നേതൃത്വമാണ്. ആരാണ്? അവൻ കാശ് കൊടുത്തു. അവനക്ക് ഞാൻ ആരാണെന്നറിയില്ല, എനിക്ക് അവൻ ആരാണെന്നറിയില്ല. അവൻ വേറെ ആരെയോ പറഞ്ഞു വിട്ട് പുറത്തേതോ പ്രദേശത്ത് നിന്ന് 20,000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റ് അകത്തെത്തിച്ചിട്ട് ആ അകത്തെത്തിയ ടിക്കറ്റിലൂടെ എന്നെ സി ബ്ലോക്കിലേക്ക് എത്തിച്ചിട്ട് ആ ബ്ലോക്കിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ആ ചെറുപ്പക്കാർ എന്നെ ഏതോ 35 മിനിറ്റുള്ള സമയം ഞാൻ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറുമ്പോ എല്ലാം കിടിഞ്ഞകത്തേക്ക് കയറുമ്പോ 5 മിനിറ്റ് മാത്രമാണ് ഫ്ലൈറ്റ് ഉയരാൻ പൊങ്ങാനുള്ളത്. ആ ഫ്ലൈറ്റിന്റെ അകത്തളങ്ങളിൽ കൗണ്ടർ തുറന്ന് എന്റെ ലഗേജ് കയറ്റി. ആർക്കാണിത് സാധ്യമായത്? ഇത് ഖമറുൽ ഉലമയുടെ മക്കളോ? ഇത് നൂറുൽ ഉലമയുടെ മക്കളോ? 10-20 മിനിറ്റ് കൊണ്ട് സഅദിയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നൂറുൽ ഉലമ പകർന്നു കൊടുത്ത പ്രസ്ഥാനത്തിന്റെ ആവേശം കൊണ്ട് ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന അബൂദാബിയിൽ ആ ചെറുപ്പക്കാരനും ഞാനുമായി ബന്ധിപ്പിക്കുന്ന ഘടകമേതാ? അയാൾ നൂറുൽ ഉലമയുടെ സന്തതി എന്നതാണ്. ഞാനും നൂറുൽ ഉലമയുടെ സന്തതി എന്നതാണ്. ആ ചെറുപ്പക്കാര് ഞാൻ മുഹമ്മദ് സഅദി എന്നെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ഞാൻ പോരുമ്പോൾ പറഞ്ഞിട്ടാ പോന്നത്. നിങ്ങൾക്കറിയോ, സഅദിക്ക് വേണ്ടി നമുക്ക് സൗദി അറേബ്യ മുഴുവനും പാറണോ, അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവനും കൂട്ടണോ, എന്നിട്ടവരെ സംഘടിപ്പിക്കണോ, എന്നിട്ടവർക്ക് സഅദിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കണം. അതിന്റെ അലുമിനി വിളിക്കണോ. എന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് ചെലവഴിച്ചിട്ടാണെങ്കിലോ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞുറപ്പ് കൊടുത്ത ഈമാനോടെയാ ഞാൻ ഇങ്ങോട്ട് മടങ്ങിയത്. തീർന്നില്ല ചെറുപ്പക്കാരാ. ഞാൻ അതിന്റെ അകത്ത് നിൽക്കുമ്പോ ഇന്ന് 3-4 ഫ്ലൈറ്റ് ടിക്കറ്റ് ഓരോന്നായിട്ട് ക്യാൻസലാക്കുമ്പോ പുറത്താരുണ്ട്? 3-4 ചെറുപ്പക്കാരുണ്ട്. സയ്യിദുണ്ട്, ഹാഷിറുണ്ട്, കബീറുണ്ട്, ഫോണിൽ മുഹമ്മദ് സഅദിയുണ്ട്. ആരാ ഇവര്? ഇവര് SSFന്റെ മക്കളാ, ഇവര് SYSന്റെ മക്കളാ, ഇവര് നൂറുൽ ഉലമയുടെ മക്കളാ, ഇവര് ഖമറുൽ ഉലമയുടെ മക്കളാ. ഇവര് കേവലം മൗലിദിന്റെ മാത്രം അടിയറ പറഞ്ഞു പോയവരല്ല. ഇവര് പിരിവിന്റെ മാത്രം മക്കളല്ല. ഇവര് വളരേണ്ടത് ഈ സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഇവരെ ഉയരേണ്ടത് ഈ സമൂഹത്തിന്റെ ബാധ്യതയാണ്, കടമയാണ്. അതുകൊണ്ട് ഇവര് ഹബീബിനെ പറയാനാണ് ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിന്റെ റസൂലിനെ പറയാനാണ് ഒരുമിച്ച് കൂടിയത്. പെങ്ങളെ, ഇവര് പരാജയപ്പെട്ടുകൂടാ.